നോക്കിയാൽ എന്താ ചോദിച്ചേക്കുന്നത്? അതുകൊണ്ട് ഇവിടെ 2 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഞാൻ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, സിമിലർ രീതിയിൽ സെയിം രീതിയിൽ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, സെയിം രീതിയിൽ തന്നെ ചെയ്യുന്നൊരു പ്രോബ്ലമാണ് രണ്ടാമത്തെ ചോദ്യം. സോ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ എന്ത് ചെയ്യാം, ചെയ്ത് കാണിച്ചു തരാം. സെക്കൻഡ് പ്രോബ്ലം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഒന്നുമില്ലടാ, എളുപ്പമാണ്. അത് നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5x - 3 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു -3, എക്സ് ഈക്വൽ ടു 5. സോ 3 പോയിന്റിലേക്ക് കണ്ടിന്യൂറ്റി എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. 3 പോയിന്റിലെ കണ്ടിന്യൂറ്റി ഈ പ്രോബ്ലത്തിൽ ചെക്ക് ചെയ്യുന്ന ഒരേപോലെ. എക്സാമ്പിൾസ് നമ്മൾ ചെയ്തതാണേ, നമ്മൾ സോൾവ് ചെയ്തതാണേ. സോ ആ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അന്നേരം പറഞ്ഞായിരുന്നില്ലേ, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ എക്സസൈസിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് നമ്മൾ എന്താവും, കേപ്പബിൾ ആവുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ആദ്യമേ തനിയെ ചെയ്ത് നോക്കുക, വീഡിയോ സൊല്യൂഷൻ നോക്കുക. ഇത് തനിയെ ചെയ്യാൻ പറ്റും, എനിക്ക് ഉറപ്പാണ്. ഇത് തനിയെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. അത് നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. സോ അറ്റ് എക്സ് ഈക്വൽ ടു 0 ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുക, എക്സ് ഈക്വൽ ടു 0. നമുക്കറിയാം കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 0യും ഈക്വൽ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, കണ്ടിന്യൂസ് ആണെന്ന് പറയാം, അല്ലയോ? ഓക്കെ, സോ ഈ 2 സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 0യും നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0യിലല്ലേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്താ ഇവിടെ തന്നിരിക്കുന്നത്, 5x - 3. നമുക്കറിയാം ഈ ഫംഗ്ഷനകത്തോട്ട് എക്സിന് ലിമിറ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാനില്ല. സോ നമുക്ക് ലിമിറ്റ് എന്ത് ചെയ്യാം, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് ആൻസർ, -3 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി എഫ് ഓഫ് 0 കണ്ടുപിടിച്ച് നോക്ക്. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 5x - 3. സോ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ, 5 × 0 - 3 വിച്ച് ഈസ് ആൾസോ ഈസ് ഈക്വൽ ടു എന്താ, -3. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും ലിമിറ്റ് എഫ് ഓഫ് 0 എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. സോ വി ക്യാൻ സേ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, സിമിലർ ആയിട്ട് എക്സ് ഈക്വൽ ടു -3 അറ്റ് എക്സ് ഈക്വൽ ടു -3 നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -3, എക്സ് ഈക്വൽ ടു എന്താ ഇവിടെ, -3. സോ നമ്മൾ ലിമിറ്റ് എവിടോട്ട് അപ്ലൈ ചെയ്യും, ലിമിറ്റ് എക്സ് ടെൻസ് ടു -3. -3 കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ് എന്താ ഇവിടെ, 5x - 3. നമുക്കറിയാം -3 ഡയറക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലയോ? -15 -3 എത്ര കിട്ടും, 5, 15, 18 -18. ഇനി എഫ് ഓഫ് -3യോ, എഫ് ഓഫ് -3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതും ഇത് തന്നെ കിട്ടും, 5 × -3 -3 വിച്ച് ഈസ് ഈക്വൽ ടു -18. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സും എഫ് ഓഫ് -3 എന്ന് തന്നെയാണ്, സെയിം തന്നെയാണ്. സോ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത പറ, അറ്റ് എക്സ് ഈക്വൽ ടു 5 സെയിം പ്രോബ്ലം, സിമ്പിൾ അല്ലേ, ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ആൻസർ കിട്ടും. നമുക്ക് ആകെ അറിയേണ്ട കൺസെപ്റ്റ് എന്താ, ലിമിറ്റ്. നമുക്ക് ആകെ അറിയേണ്ട കൺസെപ്റ്റ് എന്താ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്ന എപ്പോഴാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി. ഇതാണെങ്കിൽ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഏത് പോയിന്റിലാണോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്, ആ പോയിന്റ് ആണെന്ന് തോന്നുന്നത് സി. ഫസ്റ്റ് പ്രോബ്ലം ചെയ്തപ്പം 0 ആയിരുന്നു, സെക്കൻഡ് പ്രോബ്ലം ചെയ്തപ്പം എക്സ് -3 ആയിരുന്നു. ഓക്കെ, ജനറലി പറയുകയാണെങ്കിൽ എക്സ് സി എന്ന് പറയുന്നത് ജനറൽ പോയിന്റ് ആൻസർ ചെയ്യാം. ഓക്കെ, സോ അത് എക്സ് ഈക്വൽ ടു 5 എളുപ്പമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എന്ത് പറയും, 5 പറയും. എഫ് ഓഫ് എക്സ് എത്ര, ഫംഗ്ഷൻ എനിക്കറിയാം 5x - 3 വിച്ച് ഈസ് ഈക്വൽ ടു 25 നിന്ന് 3 പോയി കഴിഞ്ഞാൽ 21 അല്ലേ, സോറി 22. ഇനി അതേപോലെ എഫ് ഓഫ് 5 ഈസ് ഈക്വൽ ടു അതും 22. സോ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ സെയിം സാധനം നാണ്ടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. എക്സ് ഈക്വൽ ടു 3 സെയിം, എക്സിന് എന്ത് കൊടുത്താൽ മതി, 3 കൊടുക്കുക. അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്തൊരു സാധനം കൊടുക്കുക, എഫ് ഓഫ് 3 കണ്ടുപിടിക്കുക. രണ്ടും സെയിം ആയിരിക്കും. സെയിം ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ, കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയാം. സിമ്പിളാണേ, സിമ്പിൾ. ഓക്കെ, നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സാമിൻ ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ഫോർ കണ്ടിന്യൂറ്റി. അതാ നോക്കിയാൽ എ പാർട്ട് നോക്കിയേ, നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ അങ്ങ് ചെയ്താൽ മതി, എയുടെ ആൻസർ കിട്ടും. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എയുടെ ആൻസർ കിട്ടും. ഇതാ നോക്കിയേ, ലിമിറ്റ്
എക്സ് ടെൻസ് ടു ഇതാ നോക്കിയേ, നമുക്കിവിടെ ഫോളോയിങ് ഫങ്ഷൻസ് ഫോർ കണ്ടിന്യൂറ്റി എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അത് ഏത് പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്, ഏത് പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല, അങ്ങനെ ഒന്നല്ല ചോദിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിക്കണം. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് മൈനസ് വൈ നോക്കുമ്പോഴേ അറിയാം എന്തൊരു ഫംഗ്ഷനാണ്, ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെ നമ്മൾ പഠിച്ചേ, ആ എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒരു ജനറൽ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാലും പോളിനോമിയൽ ഫംഗ്ഷൻസ് ആ പോയിന്റ് ജനറലായിട്ട് നമ്മൾ കൊടുക്കുന്ന പോയിന്റിലെല്ലാം എന്താ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അങ്ങനെ ജനറലി ഒരു പോയിന്റിന് കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താ, എൻ്റെ ഫംഗ്ഷൻ എന്താ, അതിൻ്റെ ഡൊമൈനിൽ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഈ കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ള കൺസെപ്റ്റും തിയറിയും എക്സാമ്പിളും എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്താണെന്ന് നോക്കിയേ, എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് മൈനസ് 5 എന്ന് തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്, ഏത് പോയിന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ടേക്ക് എ ജനറൽ പോയിന്റ് അല്ലയോ, വി ടേക്ക് എ ജനറൽ പോയിന്റ്, we take a general point, take a general point C on functions domain. ഓക്കെ, ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ശരിക്കും നമുക്കറിയില്ലയോ ആ ഫംഗ്ഷൻ എവിടെയാണോ ഡിഫൈൻ ചെയ്തേക്കുന്നത് ആ ഡൊമൈനകത്തുള്ള വാല്യൂസ് ആയിരിക്കുമല്ലോ നമ്മൾ ആ ഫംഗ്ഷനകത്തോട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സോ ഒരു ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്യുക സി, ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിലുള്ള ഒരു ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്യുക സി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഞാൻ പറയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്താ എക്സ് മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, ആൻസർ C-5 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ എഫ് ഓഫ് സി നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 5. സോ എഫ് ഓഫ് സി എന്ത് കിട്ടും, C-5. സോ നമുക്ക് മനസ്സിലായി ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും എന്താ സെയിം ആണെന്ന് മനസ്സിലായി. സോ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി സി. നമുക്കറിയാം സി എവിടത്തെയാ, സി എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ ഡൊമൈനകത്തുള്ള ഒരു പോയിന്റാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷന് വെളിയിൽ ഡൊമൈനിന് വെളിയിലുള്ള ഒരു പോയിന്റ് അല്ല കൺസിഡർ ചെയ്തത്. ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന എവിടെ, ആ ഡൊമൈനകത്താണ്. നമുക്ക് ഫംഗ്ഷൻ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കും. ആ ഡൊമൈനകത്തുള്ള വാല്യൂസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫംഗ്ഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് കൊടുത്തിട്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ, ഇല്ല. ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് എവിടെ, ഫംഗ്ഷൻ്റെ ഡൊമൈൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡൊമൈനകത്തുള്ള പോയിന്റ്സിലാണ് ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണേ, ഓക്കെ. കൺസെപ്റ്റ് എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, എന്താ ഒരു ജനറൽ പോയിന്റ്, ഫംഗ്ഷൻ്റെ ഡൊമൈനകത്തുള്ള ഒരു ജനറൽ പോയിന്റ് സി കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. സെയിം ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ, കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അതിൻ്റെ ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈനിൽ എന്താ, കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സിമ്പിളാണേ, സിമ്പിൾ. അങ്ങനെ ഏതാ നോക്കിയേ, ബി പാർട്ട് നോക്കിയേ, ബി പാർട്ടിൽ എന്താ വെച്ചിരിക്കുന്നത്, ഫംഗ്ഷൻ എന്താണെന്ന് വെക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു 1/x-5. ഇനി പറഞ്ഞിട്ടുണ്ട് എക്സ് എന്താ, നോട്ട് ഈക്വൽ ടു 5. നമ്മൾ തിയറി പഠിച്ചതല്ലേ, എക്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, നോട്ട് ഈക്വൽ ടു 5. അതായത് എക്സ് ഈക്വൽ ടു 5. എക്സ് ഈ ഫംഗ്ഷന് 5 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടോ, ഇല്ല. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നപ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ട് ഫംഗ്ഷൻ്റെ ഡൊമൈനകത്തുള്ള പോയിന്റ് അല്ല ആര്, 5 എന്ന് പറയുന്ന പോയിന്റ്. സോ 5 എന്ന് പറയുന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റിയെക്കുറിച്ചും ഡിസ്കണ്ടിന്യൂറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കാരണം എന്താ, ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്ന പോയിന്റ് ആരില്ല, 5 ഇല്ല. അതായത് ആ ഫംഗ്ഷൻ്റെ ഡൊമൈൻ ആരില്ല, 5 ഇല്ല. അങ്ങനെ നമ്മൾ 5നെ കുറിച്ച് പിന്നെ ആലോചിക്കണോ, ആലോചിക്കേണ്ട. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആരെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല, 5നെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ട് എന്താ, ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 5 എന്ന്. അത് മാത്രം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സെയിം ഇവിടെ പറഞ്ഞതുപോലെ let consider a point C on functions domain. ഫംഗ്ഷൻ്റെ ഡൊമൈനകത്തുള്ള ഒരു സി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുക. ഡൊമൈനകത്തുള്ള സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരില്ല, 5 എന്ന് പറയുന്ന പോയിന്റ് സിക്ക് ഒരിക്കലും വരത്തില്ല. കാരണം ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്തിട്ടേ ഇല്ല. ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 5 എന്ന് ഫംഗ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്യാം. സെയിം നേരത്തെ ചെയ്തതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ഫംഗ്ഷൻ എന്താ 1/x-5 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ 1/c-5. അതേപോലെ എഫ് ഓഫ് സി കണ്ടുപിടിച്ചാലും നമുക്ക് എന്ത് കിട്ടും, 1/c-5. ഓക്കെ, സോ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ എവരി സി. സിമ്പിൾ അല്ലേ, സിമ്പിൾ. ഓക്കെ,
അങ്ങനെ ഇതാ നോക്കിയേ, സി പാർട്ട് നോക്കിയേ, എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു എക്സ് സ്ക്വയർ മൈനസ് 25 പ്ലസ് 5 എന്ന് വന്നിട്ടുണ്ട് അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് 25 പ്ലസ് ബൈ എക്സ് പ്ലസ് 5. എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു എക്സ് സ്ക്വയർ മൈനസ് 25 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 5 തന്നിട്ടുണ്ട്. എക്സ് നോട്ട് ഈക്വൽ ടു എന്താ, -5 തന്നിട്ടില്ലയോ. എക്സ് നോട്ട് ഈക്വൽ ടു എന്താ, -5. സോ ഡൊമൈനകത്ത് ആരില്ല, -5 ഇല്ല. അപ്പോൾ -5 എന്ന് പറയുന്ന പോയിന്റിനെ കുറിച്ച് ഇനി എന്ത് ചെയ്യേണ്ട, ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്യുക, സി എന്ന് പറയുന്ന ജനറൽ പോയിന്റ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ, എക്സ് സ്ക്വയർ മൈനസ് 25 അല്ലേ. എക്സ് ടെൻസ് ടു സി ആകുമ്പോൾ എന്ത് കിട്ടും, സി സ്ക്വയർ മൈനസ് 25 ഡിവൈഡഡ് ബൈ സി പ്ലസ് 5. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതാ നോക്കിയാൽ സി പ്ലസ് 25 ഇൻറ്റു സി മൈനസ് 25 എന്ന് എഴുതി കൂടെ ഇതിനെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താ, സി പ്ലസ് 5. ഓക്കെ, സി പ്ലസ് 25 ബൈ ഇൻറ്റു സി മൈനസ് 25 ദ ഹോൾ ഡിവൈഡഡ് ബൈ സി പ്ലസ് 5 എന്ന് എഴുതാം. കാരണം സി സ്ക്വയർ മൈനസ് 25 എന്ന് പറഞ്ഞാൽ എത്ര, സി സ്ക്വയർ മൈനസ് 5 സ്ക്വയർ അല്ലയോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ. അതായത് സി പ്ലസ് 5 ഇൻറ്റു സി മൈനസ് 5, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ സി പ്ലസ് 5 സി പ്ലസ് 5, ഓ സി പ്ലസ് 25 എന്ന് എഴുതിയത് അല്ലേ. സോറി സി പ്ലസ് 5 ഇൻറ്റു സി മൈനസ് 5. സോ സി പ്ലസ് 5 ക്യാൻസൽ ആയി പോകും, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, സി മൈനസ് 5 എന്ന് കിട്ടും. സിമിലർലി എഫ് ഓഫ് സി നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് 25 ഡിവൈഡഡ് ബൈ സി പ്ലസ് 5. സിമിലർ ആയിട്ട് എഴുതാം, നമുക്ക് എന്ത് കിട്ടും, സി മൈനസ് 5 എന്ന് കിട്ടും ആൻസർ അല്ലേ. സി പ്ലസ് 5 ഇൻറ്റു സി മൈനസ് 5 ഡിവൈഡ് ബൈ സി പ്ലസ് 5, സി പ്ലസ് 5 കട്ട് ചെയ്തിട്ട് പോയിട്ട് സി മൈനസ് 5 എന്ന് കിട്ടും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും എന്ത് തന്നെയാണ്, ഈക്വൽ തന്നെയാണ്. സോ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ്. വല്ല പാടുമുണ്ടോ ഇത് ചെയ്യാൻ, ഒരു പാടും ഇല്ല. അങ്ങനെ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അതിൻ്റെ ഡി പാർട്ട് നോക്കിയേ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് എക്സ് മൈനസ് 5. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് എക്സ് മൈനസ് 5. നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് എക്സ് മൈനസ് 5. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മോഡ് ഫംഗ്ഷൻ്റെ പ്രോബ്ലംസ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഒറ്റ കാര്യം ചെയ്യുക, ആദ്യം ചെയ്യാനുള്ള പരിപാടി എന്താ, മോഡ് ഓഫ് എക്സ് മൈനസ് 5 മോഡ് ഫംഗ്ഷൻ എന്ത് ചെയ്യണം, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. മോഡ് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. നമുക്കറിയാം മോഡ് ഓഫ് എക്സ് മൈനസ് 5 ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇതാ നോക്കിയേ, എക്സ് മൈനസ് 5 എന്ന് തന്നെ എഴുതാം. കാരണം മോഡ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ, അതിനകത്ത് എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന വാല്യൂ എന്ത് തന്നെ ആയാലും ഔട്ട്കം എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവായിട്ട് നിൽക്കണം. ഓക്കെ, സോ എക്സ് മൈനസ് 5 എന്ന് എഴുതാം. എക്സ് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഇവിടെയും കൊടുക്കാൻ വേണമെങ്കിൽ അടുത്ത കണ്ടീഷൻ ഇപ്പോൾ അവിടെ കൊടുത്താലും മതി. ഓക്കെ, സോ എനിവേ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ, എക്സ് മൈനസ് 5 ആണെന്ന് ഞാൻ പറയാം. കാരണം എന്താ, ഞാൻ പറയുക 5 കൊടുത്ത് എക്സിന് ഞാൻ എന്ത് കൊടുത്ത്, 5 കൊടുത്ത്. സോ മോഡ് 0 എന്ന് വരും, 0 എന്ന് ആൻസർ കിട്ടും. 6 കൊടുത്ത് മോഡ് 1 എന്ന് വരും, 1 എന്ന് ആൻസർ കിട്ടും. 7 കൊടുത്ത് മോഡ് 2 എന്ന് വരും, 2 എന്ന് ആൻസർ കിട്ടും. പ്രശ്നമില്ല, എന്ത് തന്നെ എഴുതിയാൽ മതി. സോ എക്സ് മൈനസ് 5 എങ്ങനെ തന്നെ എഴുതിയാൽ മതി, എക്സ് മൈനസ് 5 എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, പ്രശ്നമില്ല, നെഗറ്റീവ് വാല്യൂസ് അല്ലല്ലോ വരുന്നത്. ഓക്കെ, ഇനി എക്സ് ലെസ് ദാൻ 5 ആണെങ്കിലോ, അന്നേരം ഞാൻ എഴുതണം മൈനസ് ഓഫ് എക്സ് മൈനസ് 5 എന്ന് എഴുതണം. എന്തിനാ, ഞാൻ പറയാം 4 കൊടുത്തത്. 4 കൊടുക്കുമ്പം എനിക്ക് മോഡ് എന്ത് കിട്ടും, 4 മൈനസ് 5 മോഡ് ഓഫ് -1 എന്ന് കിട്ടും. പക്ഷേ എൻ്റെ ഔട്ട്കം എന്തായിരിക്കണം, 1 ആയിരിക്കണം. സോ ഞാൻ എന്ത് ചെയ്യണം, ഇതിനകത്ത് വന്നതിനെ, അതായത് എക്സ് മൈനസ് 5 ചെയ്തപ്പോൾ എനിക്കൊരു നെഗറ്റീവ് വാല്യൂ അല്ലേ കിട്ടിയത്. എക്സ് മൈനസ് 5 ചെയ്തപ്പോൾ എനിക്കൊരു നെഗറ്റീവ് വാല്യൂ കിട്ടിയത് അല്ലയോ. എക്സിന് ഞാൻ 4 കൊടുത്തു, 4 മൈനസ് 5 ഒരു -1 എന്ന് പറയുന്ന നെഗറ്റീവ് വാല്യൂ കിട്ടിയത്. അതിനെ എനിക്ക് എന്താക്കണം, പോസിറ്റീവ് ആക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ എക്സ് ലെസ് ദാൻ 5 ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കണം, മൈനസ് ഓഫ് എക്സ് മൈനസ് 5 ആയിരിക്കണം. കാരണം എക്സ് മൈനസ് 5 എന്ന് പറയുന്ന സാധനം ഒരു നെഗറ്റീവായിട്ടേ കിട്ടത്തുള്ളൂ. 5നേക്കാൾ ചെറിയൊരു വാല്യൂ ആണ് എക്സിന് കൊടുക്കുന്നതെങ്കിൽ എക്സ് മൈനസ് 5 എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ആ നെഗറ്റീവിനെ നമുക്ക് എന്തോ ആക്കണം, പോസിറ്റീവ് ആക്കണം. വേണ്ടേ, ആക്കണം. അങ്ങനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമ്പിൾ പഠിച്ച സമയത്ത്, തിയറി പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ മൈനസ് ഓഫ് എക്സ് മൈനസ് 5 എന്ന് എഴുതേണ്ടി വരും എക്സ് ലെസ് ദാൻ 5 ആണെങ്കിൽ. ഓക്കെ ആണേ, ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഈ ഫംഗ്ഷൻ ബ്രേക്ക് ആവുന്ന പോയിന്റ് ഏതാ, 5 എന്ന് പറയുന്ന പോയിന്റില്ല. 5 എന്ന് പറയുന്ന പോയിന്റിന് മുകളിലോട്ടുള്ള വാല്യൂസൊക്കെ ആണെങ്കിൽ ഫംഗ്ഷൻ താണ്ട് ഇങ്ങനെ കിടക്കും.
5ന് താഴോട്ടാണെങ്കിൽ ഫംഗ്ഷൻ താണ്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ 5 എന്ന് പറയുന്ന പോയിന്റിൽ രണ്ട് രീതിയിലല്ലേ അത് എന്ത് ചെയ്യുന്നത്, പെരുമാറുന്നത് ആണ്. അങ്ങനെ ഫംഗ്ഷൻ രണ്ട് രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 5 എന്ന് പറയുന്ന പോയിന്റിന് മുന്നേ ഒരു ജനറൽ പോയിന്റ് കണ്ടുപിടിക്കണം. അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞു വെക്കണം. ഇനി 5 എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞിട്ടൊരു ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്യണം. അവിടെയും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കണ്ടുപിടിക്കണം. ഇനി 5 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങളെല്ലാവരും ചെയ്ത് നമ്മൾ തിയറി പഠിച്ച സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. 2-3 എക്സാമ്പിൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് തനി ചെയ്ത് നോക്ക്. ഇനി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇതാണ്ട് ഇങ്ങോട്ട് നോക്കിയേ, നമുക്ക് ചെയ്യാം. f of x is equal to x minus 5x greater than or equal to 5. ഓക്കെ, കേസ് 1 നമ്മളിങ്ങനെ തന്നെ പഠിച്ചതല്ലേ. കേസ് 1 എന്താ, കൺസിഡർ എ പോയിന്റ് C such that C greater than 5. C greater than or equal to 5 എന്ന് കൊടുക്കാം. ഓക്കെ, C greater than or equal to 5 എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ലിമിറ്റ് x tends to C f of x is equal to ലിമിറ്റ് x tends to C. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത C എവിടെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. 5-ഓ 5-ൽ കൂടുതലോ ഉള്ളൊരു വാല്യൂ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്തേക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ എന്താ, 5-ഓ 5-ൽ കൂടുതലോ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ, എക്സ് മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും, C മൈനസ് 5. ഇനി എഫ് ഓഫ് സി നമുക്ക് എന്ത് കിട്ടും, നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ സി ഞാൻ കൊടുക്കാൻ പോകുന്നത് എവിടെ, 5-ഓ 5-ന് മുകളിലുള്ള വാല്യൂ. സോ എഫ് ഓഫ് എക്സ് എന്താ, എക്സ് മൈനസ് 5. സോ എഫ് ഓഫ് സി എന്ത് കിട്ടും, C മൈനസ് 5 വിച്ച് ഇംപ്ലൈസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി C എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്താ, കണ്ടിന്യൂസ്. അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്ന കണ്ടീഷനിൽ ദാണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം ഫംഗ്ഷൻ എന്താ, കണ്ടിന്യൂസ്. സിമിലർ ആയിട്ട് കേസ് 2 ലെറ്റ് C be point such that C less than 5. C എന്താ, ലെസ് ദാൻ 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ ലിമിറ്റ് എക്സ് ടെൻസ് ടു C എഫ് ഓഫ് എക്സ് എന്താ, ലെസ് ദാൻ 5 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ, മൈനസ് ഓഫ് എക്സ് മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും, മൈനസ് ഓഫ് C മൈനസ് 5. ഓക്കെ, എഫ് ഓഫ് സി നമുക്ക് എന്ത് തന്നെ കിട്ടും, മൈനസ് ഓഫ് C മൈനസ് 5. സോ ഫംഗ്ഷൻ എന്താ, അവിടെയും കണ്ടിന്യൂസ് ആണ്. സോ ലെസ് ദാൻ പാർട്ട് വരുന്നിടത്തെല്ലാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. ആ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്ന പാർട്ടിലെല്ലാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. ഇനി 5 എന്ന് പറയുന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റിയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. കാരണം എന്താ, 5 എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്, ഡിഫറൻ്റ് ആയിട്ട് മാറുന്നത്. കണ്ടോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ എക്സ് മൈനസ് 5. ഫംഗ്ഷൻ എപ്പോഴാണ് മാറിയത്, ലെസ് ദാൻ 5 ആണെങ്കിൽ ഫംഗ്ഷൻ വേറെയാണ്, മൈനസ് ഓഫ് എക്സ് മൈനസ് 5. സോ 5 എന്ന് പറയുന്ന പോയിന്റിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, ഫംഗ്ഷൻ ചേഞ്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് 5 എന്ന് പറയുന്ന പോയിന്റിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ആ ഒരു കാര്യം മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. ഓക്കെ, സിമ്പിൾ. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ. അങ്ങനെ ആയി നോക്കാം. 5 എന്ന് പറയുന്ന പോയിന്റിലെ അറ്റ് എക്സ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം, 5 എന്ന് പറയുന്നതിൻ്റെ പോയിന്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയേണ്ടി വരും, 5 എന്ന് പറയുന്ന പോയിന്റിൽ എങ്ങോട്ടൊക്കെ എത്താം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 അല്ലയോ, 5 ആണോ പോയിന്റ്, അല്ല, ടെൻസ് ടു 5. ടെൻസ് ടു 5 ആണെങ്കിൽ ആ 5-ലോട്ട് എങ്ങനെയൊക്കെ വരാം, റൈറ്റിൽ നിന്നും വരാം, ലെഫ്റ്റിൽ നിന്നും വരാം അല്ലയോ. സോ ഇത് LHL എന്ന് പറയാം, ഇത് RHL എന്ന് പറയാം. സോ ടെൻസ് ടു 5 എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കൊടുക്കാം. ഒന്നുകിൽ LHL വാല്യൂ കൊടുക്കാം, ലെഫ്റ്റ് ഹാൻഡിലെ വാല്യൂ കൊടുക്കാം, ഒന്നുകിൽ RHL കൊടുക്കാം, റൈറ്റ് ഹാൻഡിലെ വാല്യൂ കൊടുക്കാം അല്ലയോ. ടെൻസ് ടു 5 ആണ്. സോ ടെൻസ് ടു 5-ലോട്ട് എത്താൻ പോകുന്നതേ ഉള്ളൂ. അതായത് എനിക്ക് ഒന്നുകിൽ 4.999999 ഈ വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ 5.00000001. ഓക്കെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കാം. ഓക്കെ, സോ LHL അപ്ലൈ ചെയ്യുക. LHL ആണെങ്കിൽ 5 മൈനസ് എന്ന് ഞാൻ വിളിക്കത്തില്ലയോ, 5 മൈനസ്, അതായത് 5-ന് തൊട്ട് മുന്നേ ഉള്ളൊരു വാല്യൂ കൊടുക്കാൻ പോകുന്നു. 5-ന് തൊട്ട് മുന്നേ ഉള്ളൊരു വാല്യൂ കൊടുക്കാൻ പോകുന്നത്. അവിടെ ഫംഗ്ഷൻ എന്താ, ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഫംഗ്ഷൻ എന്താ, ഫംഗ്ഷൻ ലെസ് ദാൻ 5 അല്ലേ, ലെസ് ദാൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലേ കൊടുത്തത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 5-ന് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ. സോ ഫംഗ്ഷൻ എന്താ, എക്സ് ലെസ് ദാൻ 5-ൽ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കണം, മൈനസ് ഓഫ് എക്സ് മൈനസ് 5. സോ മൈനസ് ഓഫ് എക്സ് മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്യുക, 5 കൊടുക്കുക. 5 മൈനസ് ഒന്നും കൊടുത്ത് കളയല്ലേ, നമ്മളിതൊക്കെ അറിയാവുന്നതാണ്, നമുക്ക് ഫസ്റ്റ് ഇയറിൽ നിന്ന് പഠിച്ചതാ, ഡീറ്റെയിൽ ക്ലാസ് പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ 5 മൈനസ് എന്ത് ചെയ്യുക, 5 മൈനസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, 5-ൻ്റെ തൊട്ട് മുന്നേ ഉള്ള വാല്യൂ എന്നുള്ളൊരു മീനിങ്ങേ ഉള്ളൂ. അല്ലാതെ 5 കഴിഞ്ഞിട്ടൊരു മൈനസ് കൊടുത്തിട്ട് 5 മൈനസ് -5 5 + 5 എന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ. ഇങ്ങനെ ഒന്നും എഴുതി വെക്കരുത്.
ഓക്കെ ഓക്കെ 5 മൈനസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ 5-ന് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ ഞാൻ കൊടുക്കുന്നത്, അത്രയേ ഉള്ളൂ മീനിങ്. സോ 5 മൈനസ് കൊടുക്കുക, ഡയറക്റ്റ് 5 അപ്ലൈ ചെയ്യാം നമുക്ക്. 5 മൈനസ് 5 എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, സോ എഫ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എഫ് ഓഫ് 5 ചെയ്താൽ എന്ത് കിട്ടും? അതുകൂടെ കണ്ടുപിടിക്കാം. എഫ് ഓഫ് 5 ചെയ്താൽ എന്ത് കിട്ടും? എഫ് ഓഫ് 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിൽ ഫംഗ്ഷൻ എന്താ? ഈക്വൽ ടുവിൽ ഫംഗ്ഷൻ എന്താ? എക്സ് മൈനസ് 5 ആണ്. ഈക്വൽ ടുവിൽ ഫംഗ്ഷൻ എന്താ? എക്സ് മൈനസ് 5, അതായത് 5 മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0. അതും 0 കിട്ടി. ഇനി നമുക്ക് ആർ എച്ച് എൽ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ്. ആർ എച്ച് എൽ എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 5 കഴിഞ്ഞ് തൊട്ട് അടുത്ത പോയിന്റ്. സോ 5 പ്ലസ് എന്ന് കൊടുക്കാം. ഫംഗ്ഷൻ എന്താ? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് ഈ ഫംഗ്ഷൻ എന്താ? നമുക്ക് കാണാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് ഈ ഫംഗ്ഷൻ 5-നേക്കാൾ വലുതാണെങ്കിൽ ഫംഗ്ഷൻ എന്താ? എക്സ് മൈനസ് 5. 5-ന് ഈക്വൽ ആണെങ്കിലും 5-നേക്കാൾ വലുതാണെങ്കിലും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? എക്സ് മൈനസ് 5. സോ ഫംഗ്ഷൻ എക്സ് മൈനസ് 5. ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 5 മൈനസ് 5 എന്ത് കിട്ടും? അവിടെയും 5 മൈനസ് 5 എന്ന് കിട്ടും. അതെന്ത് കിട്ടും? 0 കിട്ടും. സോ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും എഫ് ഓഫ് 5 എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. കണ്ടോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 ആണ് നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത്. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 നോക്കിയപ്പോൾ മനസ്സിലായി 5-ന് മുന്നേയും 5 കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ഒന്ന് ചേഞ്ച് ആവുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലി ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എന്ന് പറയുന്ന സാധനം മാത്രം നോക്കിയാൽ പോരാ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റും നോക്കണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് 5 എന്ത് ആവണം? ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ? 5-ൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, സോ ഫംഗ്ഷൻ 5-ന് മുന്നേ കണ്ടിന്യൂസ് ആണ്, കേസ് 1-ൽ കണ്ടു. ഫംഗ്ഷൻ 5 കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്, കേസ് 2-ൽ കണ്ടു. ഫംഗ്ഷൻ 5-ലും എന്ത് തന്നെയാണ്? കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ക്ലിയർ ആയി. അപ്പോൾ നമുക്ക് മനസ്സിലായി മോഡ് ഓഫ് എക്സ് മൈനസ് 5 എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇനി ജനറലായിട്ട് നമുക്ക് വലിയ വലിയ പ്രോബ്ലം വരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇങ്ങനെ ഓരോ കേസ് എടുത്ത് കണ്ടുപിടിക്കേണ്ട. നമുക്ക് ജനറലി എന്ത് പറയാം? മോഡ് ഫംഗ്ഷൻസ് എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? അറിയാം, നമുക്ക് പറയാൻ പറ്റും ഇല്ലേ? ജനറലി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ മോഡുലസ് ഫംഗ്ഷൻസ് എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. അതുപോലെ പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. നമ്മൾ പഠിച്ചായിരുന്നല്ലേ? ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. മോഡ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെന്ന് എന്ത് ചെയ്ത് നമുക്ക് മനസ്സിലായി ഇല്ലേ? ഓക്കെ, സിമ്പിൾ പ്രോബ്ലം. നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതാ നോക്കിക്കോട്ടെ, 4ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എൻ വേർ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഒന്നുമില്ല, ലിമിറ്റ് എക്സ് ടെൻസ് ടു എൻ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, എഫ് ഓഫ് എൻ കണ്ടുപിടിക്കുക. രണ്ടും ഒന്നായിരിക്കും. രണ്ടും എന്ത് കിട്ടും? എൻ റൈസ് ടു എൻ എന്ന് കിട്ടും. ഫംഗ്ഷൻ കണ്ടിന്യൂസ്. തനിയെ ചെയ്ത് നോക്കുക. സിമ്പിൾ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാധനം. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് എന്ന് തന്നിട്ടുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 5 എന്ന് തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 0-ലെയും 1-ലെയും 2-ലെയും കണ്ടിന്യൂറ്റി നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0-ൽ എന്താ ഫംഗ്ഷൻ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. എഫ് ഓഫ് എക്സ് എത്ര? എക്സ്. സോ ആൻസർ എന്ത് കിട്ടും? 0. ഓക്കെ, എക്സ് ഈക്വൽ ടു 0 അല്ലേ കൊടുത്തത്? 0 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താ? എക്സ് തന്നെയാണ്. ആണ്. അതായത് 0 എന്ന് പറയുന്നത് എന്താ? 1-നേക്കാൾ താഴെയുള്ള വാല്യൂ. സോ നമ്മൾ ഫംഗ്ഷൻ ഏത് ഉപയോഗിക്കും? എക്സ് എന്ന് ഉപയോഗിക്കും. ഇനി ഇതാ നോക്കിക്കേ, എഫ് ഓഫ് 0 എന്താ? എഫ് ഓഫ് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ, സോ കണ്ടിന്യൂസ് ആ. എക്സ് ഈക്വൽ ടു 0-ൽ കണ്ടിന്യൂസ് ആ. എക്സ് ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാലോ? എക്സ് ഈക്വൽ ടു 2 ലിമിറ്റ് എക്സ് ഈക്വൽ ടു 2 നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താ? 1-നേക്കാൾ വലുതാണ്. സോ ഫംഗ്ഷൻ എന്താ? 5 ആണ്. സോ ആൻസർ എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. കാരണം ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ എക്സ് വല്ലതും ഉണ്ടോ? ഇല്ല. സോ സിംപ്ലി ആൻസർ എന്താ? 5 ആണ്. എഫ് ഓഫ് 2 കൊടുത്താലും എന്ത് തന്നെയാണ്? നമുക്കറിയാം എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇനി എക്സിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ആൻസർ എന്താ? 5 ആണ്. സോ എഫ് ഓഫ് 2 എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. സോ കണ്ടിന്യൂസ് അറ്റ് 2. ഇനി 1 എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് നോക്കുക. 1 എന്ന് പറയുന്ന പോയിന്റ് പ്രത്യേകത എന്താ? 1-നേക്കാൾ വലുതാണെങ്കിൽ ഫംഗ്ഷൻ 5 ആണ്. 1-നേക്കാൾ ചെറുതാണെങ്കിൽ ഫംഗ്ഷൻ എക്സ് ആണ്. സോ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എൽ എച്ച് എൽ എടുക്കാം. എൽ എച്ച് എൽ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഏത് പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത്? 1 അല്ലേ? 1. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ 1-ന് തൊട്ട് മുന്നേ ഉള്ള പോയിന്റ് എടുക്കുക. നമ്മൾ എന്ത് വിളിക്കുക? അതിനെ 1 മൈനസ് എന്ന് വിളിക്കും. ഫംഗ്ഷൻ എന്താ? 1-നേക്കാൾ മുന്നേ ഉള്ള വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ എന്താ? എക്സ് ആണ്. സോ ആൻസർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ, സോ ഫംഗ്ഷൻ എക്സ് ആണ്. സോ ലിമിറ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. 1 ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആർ എച്ച് എൽ കണ്ടുപിടിക്കണം. ആർ എച്ച് എൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് ഫംഗ്ഷൻ എന്താ? 1-നേക്കാൾ വലിയൊരു വാല്യൂ ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. 1.00001 ആയിക്കോട്ടെ, കുഴപ്പമില്ല. 1-നേക്കാൾ വലിയ വാല്യൂ. സോ 1-നേക്കാൾ വലിയ വാല്യൂ ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? 5.
സോ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ ആളൊന്നുമില്ല. സോ ഫംഗ്ഷൻ്റെ ആൻസർ എന്ത് കിട്ടും? 5. ഇവിടുന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി LHL നോട്ട് ഈക്വൽ ടു RHL. സോ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എച്ച് ഈക്വൽ ടു 1. ഓക്കെ, സോ 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂറ്റി ആണ്. കണ്ടോ, ഫൈൻഡ് ആൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആയി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി 1 എന്ന് പറയുന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. സിമ്പിളാണേ, സിമ്പിൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 2x മൈനസ് 3 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, നോക്കാം നമുക്ക്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ൽ ഫംഗ്ഷൻ 2x പ്ലസ് 3 ആണ്. സോ കേസ് 1 എന്താ? കേസ് 1 സി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക സച്ച് ദാറ്റ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതായത് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? 2 എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ട് ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ആവുന്നതെന്ന് നമുക്ക് മനസ്സിലായി. സോ 2ന് മുന്നേ ഒരു ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്യുക, സി എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുക. 2 എന്ന് പറയുന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക, 2 എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതല്ലേ നമ്മൾ ചെയ്യുന്നത് ആണ്. സോ 2ന് മുന്നേ ഉള്ള ഒരു പോയിന്റ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു ജനറൽ പോയിന്റ് സി കൺസിഡർ ചെയ്യും. സി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഡിഫൈൻ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3 ആണ് അല്ലേ? 2x പ്ലസ് 3 സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ? 2x പ്ലസ് 3 വിച്ച് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. ഞാൻ ഇനി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ എഴുതുന്നില്ല, കാരണം ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? നമ്മൾ ആ 2 എന്ന് പറയുന്ന പോയിന്റ് മാത്രം നോക്കാൻ പോകുക. കാരണം 2ന് മുന്നേ ഫംഗ്ഷൻ എന്താ? 2x പ്ലസ് 3 വിച്ച് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. So it's continuous on its domain. അപ്പോൾ അതിൻ്റെ ഡൊമൈനിൽ അതെന്താണ്? കണ്ടിന്യൂസ് ആണ്. ഞാൻ എന്തിനാണ് ഈ പ്രോബ്ലം ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ചിലപ്പോൾ അടുത്തൊരു പ്രോബ്ലം ഞാൻ തൊട്ടടുത്തൊരു പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. എന്താണ് കണ്ടോ? എഫ് ഓഫ് എക്സ് ആണ് 3 ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 മോഡ് എക്സ് പ്ലസ് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. -3ക്കും 3ക്കും ഇടയിൽ -2x ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 6x പ്ലസ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു വലിയ ക്വസ്റ്റനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേസ് 1 എടുക്കുക, -3ക്ക് മുന്നേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കുക, -3ൽ തെളിയിക്കണം, -3ക്കും 3ക്കും ഇടയിൽ ഒരു ജനറൽ പോയിന്റ് എടുക്കണം, അവിടെ ഫംഗ്ഷൻ തെളിയിക്കണം. ഇനി എന്ത് ചെയ്യണം? 3ൽ വെച്ചിട്ടും സ്പ്ലിറ്റ് ആവുന്നുണ്ട്, ഫംഗ്ഷൻ മാറുന്നുണ്ട് അല്ലേ? സോ 3 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കണം. ഇനി 3 എന്ന് പറയുന്ന പോയിന്റിന് അപ്പുറവും എന്താണെന്ന് തെളിയിക്കണം, കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കണം. സോ ഇത്രയും പ്രോസസ്സുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത് പോലെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അതാ നോക്കിയേ, അതാണ് ഈ പ്രോബ്ലത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ? 2x പ്ലസ് 3. ആ ഫംഗ്ഷൻ എന്തൊരു ഫംഗ്ഷനാണ്? പോളിനോമിയൽ ഫംഗ്ഷനാണ്. ആ പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. സോ നമ്മൾ അതങ്ങ് പറഞ്ഞു വയ്ക്കും. ഓക്കെ, വലിയ പ്രോബ്ലംസ് ആണെങ്കിൽ അന്നേ കുഞ്ഞു പ്രോബ്ലം ഒരു ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ, അത് കണ്ടിന്യൂസ് ആണെന്നൊക്കെ പറയാൻ തെളിയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സ്റ്റെപ്പ് മൊത്തം എഴുതണം. ജസ്റ്റ് സിംപ്ലി പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് മാത്രം എഴുതി വെക്കരുത്. ഓക്കെ, എഴുതി വെച്ചാലും മാർക്ക് കിട്ടും, മാർക്ക് കിട്ടത്തില്ലെന്നല്ല, പക്ഷേ എന്ത് ചെയ്യുക? ആ പ്രോസസ്സ് നിങ്ങൾ ചെയ്യുക. ഏത് പ്രോസസ്സ്? നമുക്കറിയാവുന്ന കൺസെപ്റ്റ് നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ഏത് കൺസെപ്റ്റ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾക്ക് അറിയാമല്ലോ. ആ കൺസെപ്റ്റ് നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ഓക്കെ ആണേ? ഓക്കെ, സോ തൊട്ട് അടുത്ത കാണിച്ചതുപോലുള്ള വലിയ പ്രോബ്ലംസ് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? അതെല്ലാം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം പാർട്ടീഷൻ പോയിന്റ്സുകളിലുള്ള കണ്ടിന്യൂറ്റി മാത്രം എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. അതിന് മുന്നേ ഉള്ളത് പോളിനോമിയൽ ആണെങ്കിൽ അത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണെന്ന് പറയുക, കണ്ടിന്യൂസ് ആണെന്ന് പറയുക. ആ രീതിയിൽ എന്ത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ ഞാൻ ഈ ഒരു പ്രോബ്ലം അങ്ങനെ ചെയ്യാം നമുക്ക്. സോ കേസ് 1 എടുത്തു. സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ പോളിനോമിയലാണ്. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓൺ ഇറ്റ്സ് ഡൊമൈൻ. ഇനി ആ ഡൊമൈനും കൂടെ വേണമെങ്കിൽ എഴുതിക്കോ. ഡൊമൈൻ എന്താ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അതായത് 2വിനേക്കാൾ താഴെ ആവണം. നെഗറ്റീവ് ഏത് വാല്യൂ വരെ ആവാം, ഇങ്ങോട്ട് 2വിനേക്കാൾ താഴെയുള്ള ഏത് വാല്യൂ ആണെങ്കിലും മതി അല്ലേ? സോ ഡൊമൈൻ എന്താ? ഡൊമൈൻ എന്താ? ഫംഗ്ഷൻ്റെ ഇവിടുത്തെ ഡൊമൈൻ -∞ മുതൽ 2 വരെ. 2 ഉണ്ടോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. സോ 2 എടുക്കാം. സോ അവിടെ എന്ത് ചെയ്യും? ക്ലോസ്ഡ് ബ്രാക്കറ്റ്. സോ -∞ മുതൽ 2 വരെ എന്താണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ആ ഫംഗ്ഷൻ എന്തൊരു ഫംഗ്ഷനാണ്? പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഓക്കെ, സോ കേസ് 2, രണ്ടാമത്തെ കേസ് എടുക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ 2. സോ കൺസിഡർ എ പോയിന്റ് C such that C greater than 2. Function is again
എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ 2x മൈനസ് 3 ഫങ്ഷൻ ഈസ് പോളിനോമിയൽ സോ കണ്ടിന്യൂസ്. ഓക്കെ ആണോ? ഓക്കെ. കേസ് 3. ഇനി എന്താ ചെയ്യുന്നത്? 2 എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ട് ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്യുന്നത്. 2 എന്ന് പറയുന്ന പോയിന്റിനും അതിന് മുന്നേ ഫംഗ്ഷൻ ഇതാണ്, 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇതാണ്. സോ 2 എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഫംഗ്ഷൻ ആറ്റ് സി ഈസ് ഈക്വൽ ടു 2. ഞാൻ എന്ത് ചെയ്യാൻ പോവുക? ഫംഗ്ഷൻ പോയിന്റ് ഏത് കൺസിഡർ ചെയ്യാൻ പോവുക? 2 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാൻ പോവുക, അല്ലയോ? അല്ലെങ്കിൽ എച്ച് സി ഈക്വൽ ടു 2 എന്ന് പറയാം. കൺസിഡർ പോയിന്റ് സി സച്ച് ദാറ്റ് സി ഈസ് ഈക്വൽ ടു 2 അങ്ങനെയും പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? അറ്റ് എച്ച് സി ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷൻ ചെക്ക് ചെയ്യാൻ പോവുക. സോ 2-ലാകുമ്പോൾ നമുക്കറിയാം 2-ന് മുന്നേയും 2 കഴിഞ്ഞിട്ടും രണ്ടും ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അങ്ങനെ മാറുന്നെങ്കിൽ നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കും? എൽ എച്ച് എൽ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് 2-ന് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ എടുക്കുക. 2-ന് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ എടുത്താൽ ഫംഗ്ഷൻ എന്താ? 2x പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് അപ്ലൈ ലിമിറ്റ് 2 × 2 4 4 3 7 എന്ന ആൻസർ കിട്ടും, അല്ലേ? 7 എന്ന ആൻസർ കിട്ടും. ഇനി അടുത്തത് ആർ എച്ച് എൽ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ? 2x മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു 2 × 2 4 4 മൈനസ് 3 1 എന്ന് കിട്ടും. സോ എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു ആർ എച്ച് എൽ. കണ്ടോ? കേസ് 3 ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു ആർ എച്ച് എൽ. സോ ഫങ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ. സോ അറ്റ് എക്സ് ഈക്വൽ ടു 2-ൽ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി? ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ ആണേ? സിമ്പിൾ. ഓക്കെ.